അപ്പോൾ ചെങ്ങന്മാർ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മദ്രസ തുറക്കുന്ന ദിവസമായിട്ടോ ചെങ്ങന്മാർ ഞങ്ങളോട് പറഞ്ഞിങ്ങനെ ഇന്നലത്തെ വീഡിയോ ആണ്. നേരെ വിട്ട് നമ്മളെ മദ്രസക്ക് പോകാനുള്ള പരിപാടി ആട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കി നേരെ ചെക്കന്മാരെ കയറ്റിൻ്റെ ശേഷം നേരെ വിട്ട് മദ്രസക്ക് അവർ ഇറക്കിയതിൻ്റെ ശേഷമുള്ള പരിപാടികൾ വേറെ ലെവലാട്ടോ. അതേപോലെ സെപ്റ്റംബർ 1 മുതൽ പെട്രോളിന്റെ വില കൂടാന്ന് പറയുന്നുണ്ട് ചെങ്ങന്മാരെ പരനി അടിക്കാണെങ്കിൽ അടിച്ചോളി. ഇതാണ് നമ്മളെ റിയാ കുബൂസ്. ഇതിങ്ങനെ വെച്ചിട്ട് തട്ടി ഇപ്പോഴാണ് റിയാ കുബൂസ് ആവുക. ഇത് ഭയങ്കര സോഫ്റ്റ് ഫുഡാട്ടാ. അറബിയോളെ മെയിൻ സാധനമാണ്. നമ്മൾ സുലൈമാക്ക ഉണ്ടാക്കുന്നു. ആർക്കും കഴിക്കാം. നല്ലതാണ്. കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ സംഭവമാണ്. മായല്ലാത്ത സാധനങ്ങൾ ആർക്കും കഴിക്കാം. അങ്ങനെ സുലൈമാക്കനെ കുബൂസിടലിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ സുലൈമാക്ക പോകാൻ പച്ചക്കറി വാങ്ങാൻ കണ്ട് വേറെ വിട്ട പച്ചക്കറി കടയൊക്കെ അവിടെ പോയി പച്ചക്കറി വാങ്ങാനുള്ള ബഷീർക്ക് നമ്മളെ മുബാർക്ക് തുടങ്ങാൻ തിരിഞ്ഞളിക്കണം. നമ്മളെ അലിക്കൊണ്ടിട്ടാ അവിടെ പറഞ്ഞ അവിടെ നിന്ന് സാധനം വാങ്ങിയ ശേഷം നേരെ വിട്ട് സൂക്കിലേത്താക്കി അവിടെ നിന്ന് രണ്ട് കത്തി മാതപോയി ക്ലീനിക്സും വാങ്ങിയ ശേഷം നേരെ വിട്ട് കൊടുക്കുന്ന വീട്ടിക്ക് വിട്ടപ്പോഴാണ് അർബ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടീന്റെ ഓയിൽ ചേഞ്ച് ആക്കേണ്ട, അതേപോലെ ഫിൽറ്ററൊക്കെ മാറ്റിക്കാളാം, അതേപോലെ എസിന്റെ ഫിൽറ്ററൊക്കെ മാറ്റിക്കാളാന്ന് കൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഓയിൽ ചേഞ്ച് ആക്കിന്റെ ഇടയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഫിൽറ്ററൊക്കെ ഓയിലൊക്കെ മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു എയർ ഫിൽറ്റർ നോക്കിക്കളാം, അതേപോലെ എസിന്റെ ഫിൽറ്റർ നോക്കിക്കാളാന്ന് പറഞ്ഞു. എയർ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ആക്കിയപ്പോൾ നമ്മൾ എസിന്റെ ഫിൽറ്റർ വെക്കുമ്പോൾ കേടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പുതിയ വാങ്ങിൻ്റെ ശേഷം നമ്മളൊരു ചായ കുടിച്ചിട്ടാ നല്ല വട ചായയും കുടിച്ചതിന്റെ ശേഷം നമ്മൾ നേരെ വിട്ട് എടുക്കുന്ന വീട്ടിക്ക് പോയപ്പോൾ സുലൈമാക്ക പറഞ്ഞ ഗ്യാസ് വറ്റാണ്ട് വേറെ ലെവൽ ആ എടുക്കണം അമ്പിടി ചിഞ്ചിണ്ടാക്കടി ഇങ്ങോട്ട് പറഞ്ഞ ഗ്യാസ് എടുക്കാൻ നമ്മൾ പോയിട്ടാ. അതിൻ്റെ നമ്മൾ മദ്രസയിൽ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ടൈം പരിധി കാരണത്താൽ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഗ്യാസ് എടുക്കാൻ പോകാം കേട്ടോ. ഗ്യാസ് എടുക്കാൻ പോകുമ്പോഴുള്ള ഓരോ കാഴ്ചകൾ അതിന് മുമ്പ് നമ്മൾ ലാൻഡറി പോയിട്ട് മാമാൻ്റെ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇരിക്കുമ്പോഴാണ് നമ്മളെ ഒരു പൊറാട്ട വാങ്ങിയിട്ടാ ഒരു കാലിപ്പൊറാട്ട നിന്നതിൻ്റെ ശേഷം വീണ്ടും വിട്ട് എടുക്കുന്നവരോ ഗ്യാസ് അങ്ങനെ ടോട്ടൽ 5 ഗ്യാസാണ് വാങ്ങാനുള്ളത്. ഇപ്പോഴത്തെ UAE നിയമത്തിൽ 2 ഗ്യാസ് വാങ്ങാൻ പറ്റും. അപ്പോൾ 2 വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ രണ്ടാമത് വാങ്ങാൻ വീണ്ടും പോകണം. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഓട്ടം കൂടുതലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഗ്യാസ് കുറവാണ്. ഫസ്റ്റ് 8 ഗ്യാസ് ഇറക്കും നമ്മൾ ഒരു മാസത്തിൽ കൊടുന്നിരുന്നു. ഇപ്പോൾ 5 ഗ്യാസുള്ളൂ. 5 ഗ്യാസിൽ 3 പ്രാവശ്യം പെട്രോൾ പമ്പിക്ക് പോകണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം പോകുമ്പോൾ 2 കുറ്റ തരുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നിയമാവലികൾ. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാസ് വാങ്ങി 2 വാങ്ങി പിന്നെ 2 വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിക്കാണ്ട് വിട്ടിട്ടാ. ഇങ്ങോട്ട് പറഞ്ഞത് പാകിസ്ഥാൻ മുട്ടായാട്ടാ. സൂപ്പർ.